ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റൈവൽസിൻ്റെ 1v1 മാച്ചിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗായ്സ്. അപ്പം നമ്മൾ ഈ വീഡിയോ നേരത്തെ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല ഗായ്സ്. സോറി ഫോർ ദി ഡിലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നും ഫയർ ട്രിപ്പിൾസ് അവൻ തന്നെ വന്നിരിക്കുന്നത്. അവനെ റീമാച്ച് വിളിച്ചപ്പോൾ അവനിക്ക് ഇന്നലെ വരാൻ പറ്റില്ല. അപ്പം ഇന്ന് ഇതാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗായ്സ്, അപ്പം എൻ്റെ മെയിൻ ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നൈപ്പർ, ഡാഗേഴ്സ്, സൈത്ത്, പിന്നെ സബ്സ്പേസ് ട്രിപ്പ് മൈൻ. ഞാൻ മെയിൻ സ്നൈപ്പർ യൂസറാണ് ഗായ്സ്. കാരണം ഞാൻ ഇത് തുടങ്ങിയപ്പോഴേ ഇത് ഉപയോഗിച്ചാൽ ശീലിച്ചത്. പക്ഷേ സ്നൈപ്പർ നൈസാണ് ഗായ്സ്, നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രാവശ്യം കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ലാഗൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഫയർ എക്സ് ഓടി വന്നിട്ടുണ്ട്. ഒരു ഷോട്ട് മിസ്സായി. രണ്ടാമത്തെ ഷോട്ട് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഇതായില്ല. രണ്ടാമത്തെ ഷോട്ട് മിസ്സായി. മൂന്നാമത്തെ ഷോട്ട് മിസ്സായി. നാലാമത്തെ ഷോട്ട് മിസ്സായി. ഗായ്സ്, എൻ്റെ 5 ഷോട്ടാണ് ഗായ്സ് മിസ്സായി. 5 ഷോട്ട് എൻ്റെ മിസ്സായി ഗായ്സ്. അവൻ വോയിഡി വീണിയത്ത ഗായ്സ്. നേരണോടാ എനിക്ക് തോന്നണം അവനിക്ക് ലാഗ് അടിച്ച് തോന്നുന്നുണ്ടാവും. വോയിഡിലോട്ടേക്ക് പോയി വീണിട്ടുണ്ട്. നമ്മപ്പോൾ വീണ്ടും സ്നൈപ്പറായിട്ട് റഷ് ചെയ്യാനാണ്. ഇപ്രാവശ്യം എനിക്ക് അധികം ലാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇതേ കൂടി ചാടാൻ പറ്റിയില്ല. അവനാണെങ്കിൽ ഇത് അവിടെ ഒരു ഇതിൽ കവർ തീക്കണാണ്. ഒരു ഷോട്ട് മിസ്സായി. അവൻ ചാടി ഗായ്സ്. പിന്നെ അവനെ പുറകിൽ ഓടാമെന്ന് വിചാരിച്ച്, പിന്നെ വേണ്ടെന്ന് വിചാരിച്ച്. അവനെങ്ങാനും ഓടണ സമയത്ത് സ്നൈപ്പ് ചെയ്ത് ഹെഡ് ഷോട്ട് അടിച്ച് കളിച്ചാൽ സ്നൈപ്പർ ഉള്ളി റൂമാണ് കളിക്കണം ഗായ്സ്. അതിനവിടെ സ്കോപ്പ് ഇട്ടിക്കണ്ട്. ഞാനപ്പോൾ ഇവിടുന്ന് ചാടി അടിക്കാമെന്ന് വിചാരിച്ച്. ഗായ്സ്, അവൻ നമ്മളെ ഹെഡ് അടിച്ച്. അങ്ങനെ ചെയ്യണ്ടായിരുന്നു. കറങ്ങി ചെന്ന് അടിച്ചാൽ മതിയായിരുന്നു. അവനാണെങ്കിൽ ഹെഡ് അടിച്ചിട്ട് ഇതാക്കി കാണും. ഇപ്രാവശ്യം സ്നൈപ്പർ തന്നെ ഞാൻ പറഞ്ഞില്ല, സ്നൈപ്പർ ഡാഗേഴ്സ് അതായിട്ടാണോ. ഇവനാണെന്നുണ്ടെങ്കിൽ നൈസ് പ്ലെയറാണ്. ഇവൻ അപ്പിന് കളിക്കും. പക്ഷേ എനിക്ക് ആ ഫുൾ ലാഗുള്ളതുകൊണ്ട് ടൈമിൽ ഞാൻ തോറ്റത്. കണ്ട, ഒരു OP ഹെഡ് ഷോട്ടിൽ അവനെ തീർത്ത്. അവൻ ഓടി വന്നുകൊണ്ടിരിക്കണേന്ന് സ്കോപ്പ് ഇട്ടിട്ട് കൊടുത്ത് അവൻ്റെ ഹെഡ് ഷോട്ട്. ഞാൻ ഓടാൻ ചെല്ലുമ്പോഴത്തേക്ക് അവനെ കണ്ട എനിക്ക് ഒരു 50 ഡാമേജ് കൊടുത്തപ്പോൾ അവന് തിരിച്ചറിഞ്ഞത് ഹെഡ് ഷോട്ട്. അവനൊരു റാപ്പ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞത് ടെലപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ വിചാരിച്ച് ഞാൻ കണ്ടിരുന്നു. അവൻ ഓടി വന്നപ്പോഴത്തേക്കും ഞാൻ അടിച്ച്. പിന്നെ വീണ്ടും റഷ് ചെയ്യണ. റഷ് ചെയ്തിട്ട് ചെന്ന് നോക്കുമ്പോൾ അവനെ കാണണില്ലല്ലോ. എവിടെ പോയി? ഇവനെ മിക്കപ്പോഴും പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ ഇച്ചിരി പണിയാണ്. എന്നാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഓടി നടന്നിട്ട് അതേക്കണേ അതേ അവന് അതിൻ്റെ അടിയിലുണ്ട്. അവനവിടെ ഓടി നടക്കണേന്ന് എന്നെ കാണണ്ടേ. ഒരു ഹെഡ് ഷോട്ട് അടിച്ച് വന്നു ഗായ്സ്. 4-1 ഗായ്സ്. 4-1 4-1. അതെങ്ങനെയെങ്കിലും 5-1 ജയിക്കണേ നല്ലത്. കണ്ട 5 മുട്ട കൊട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവനെ ഒരു റൗണ്ട് എടുത്ത്. സാരമില്ല, 5-1 ഒട്ടിക്കുക. അതേ കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിക്കണേ ഗായ്സ്. ദേക്കണേ. അയ്യോ, ഞാൻ വിചാരിച്ചതിനെ തീർക്കൊന്നു വിചാരിച്ചു.